ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് തുടങ്ങുന്നത്. നമ്മളിന്ന് കോഡിംഗ് ഡീകോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മളിന്ന് ചൈനീസ് കോഡിംഗ് ആണ് പഠിക്കുന്നത്. ചൈനീസ് കോഡിംഗ് വളരെ എളുപ്പമാണ്. പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടിയാണ് ചൈനീസ് കോഡിംഗ്. ഈ ചൈനീസ് കോഡിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. In a certain code language, നമുക്ക് ഒരു certain set of codes തന്നിട്ടുണ്ട്. കുറച്ച് സെൻറ്റൻസുകളും അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കുറച്ച് കോഡ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വേർഡിൻ്റെയും കോഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മൾ കോമൺ ആയിട്ടുള്ള വേർഡ്സ് നോക്കും. ഓരോ സെൻറ്റൻസുകൾ തമ്മിൽ കോമൺ ആയിട്ടുള്ള വേർഡ്സ് നോക്കും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമൺ കോഡ്സും നോക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ വേർഡിൻ്റെയും കോമൺ ആയിട്ടുള്ള കോഡ്സ് നോക്കുമ്പോൾ നമുക്ക് ഓരോ വേർഡിൻ്റെയും കോഡ് കിട്ടും. അതിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓൾ കോഡ്സ് ആർ 2 letter കോഡ്സ് ഓൺലി. എല്ലാ വേർഡിൻ്റെയും കോഡുകൾ എന്ന് പറയുന്നത് 2 ലെറ്ററുള്ള കോഡുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സെൻറ്റൻസുകൾ നോക്കിയാൽ 4 സെൻറ്റൻസുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ, ഗ്ലൗസ് ആർ ഫൗണ്ട് ദർ. സെക്കൻഡ് സെൻറ്റൻസ് എന്താ, 2 pairs ഓഫ് ഗ്ലൗസ്. ഈ രണ്ടും നമ്മൾ കോമൺ ആയിട്ടുള്ള വേർഡ് എന്തെന്നാ, ഒരേ ഒരു വേർഡ് ഉള്ളൂ, അത് ഗ്ലൗസ് ആണ്. അപ്പോൾ ഗ്ലൗസിൻ്റെ കോഡ് എന്തായിരിക്കും? ഈ രണ്ട് തമ്മിൽ കോമൺ ആയിട്ടുള്ള കോഡ് എന്താണോ അതായിരിക്കും ഗ്ലൗസിൻ്റെ കോഡ്. അപ്പോൾ എന്താണത്, XA. അപ്പോൾ ഗ്ലൗസിൻ്റെ കോഡ് എന്താണ്, XA ആണ് ഗ്ലൗസിൻ്റെ കോഡ്. സെക്കൻഡ് വേർഡ് നോക്കിയേ, R എവിടെയുള്ളത്? ഈ സെൻറ്റൻസും നമ്മൾ ആകെപ്പാടി കോമൺ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ Rൻ്റെ കോഡ് എന്തായിരിക്കും? ഈ രണ്ട് സെൻറ്റൻസ് നമ്മൾ കോമൺ ആയിട്ടുള്ള വേർഡ് എന്താണ്, CO. അപ്പോൾ Rൻ്റെ കോഡ് CO ആണ്. നെക്സ്റ്റ് വേർഡ് ഫൗണ്ട്. ഫൗണ്ടിൻ്റെ കോഡ് എന്താണ്? ഫൗണ്ട് എവിടെയുള്ളത്? ഫൗണ്ട് ഈ രണ്ട് സെൻറ്റൻസ് നമ്മൾ കോമൺ ആയിട്ടുള്ള വേർഡ് ഫൗണ്ട് ആണ്. അപ്പോൾ ഫൗണ്ടിൻ്റെ കോഡ് എന്താണ്, VG. അപ്പോൾ ഫൗണ്ടിൻ്റെ കോഡ് VG ആണ്. ഇനി ബാക്കി ഒരൊറ്റ വേർഡ് ഉള്ളൂ, അതെന്താണ്, ദറിൻ്റെ കോഡ്. അപ്പോൾ എന്താണ് ഇനി ബാക്കിയുള്ള കോഡ് എന്താണ്, ZE. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലെ 4 വേർഡുകളുടെയും കോഡ് കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എല്ലാ സെൻറ്റൻസിൻ്റെയും എല്ലാ വേർഡ്സിൻ്റെയും കോഡ് കണ്ടുപിടിക്കാം. നോക്കാം. 2 pairs ഓഫ്. ഇനി 2 എവിടെയുള്ളത്? ഇവിടെ രണ്ട് സെൻറ്റൻസ് തമ്മിൽ 2 എന്ന് പറയുന്ന വേർഡ് കോമൺ ആണ്. അപ്പോൾ 2ൻ്റെ കോഡ് എന്താണ്? 2ൻ്റെ കോഡ് എന്താണ്, SH. അപ്പോൾ 2ൻ്റെ കോഡ് SH ആണ്. ഇനി പെയേഴ്സ് ഓഫ്. പെയേഴ്സ് എന്ന് പറയുന്ന 2 വേർഡും വേറെ ഒരു സെൻറ്റൻസിലും വന്നിട്ടില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ 2 കോഡ്സ് എന്ന് പറയുന്നത് പെയേഴ്സിൻ്റെയും ഓഫിൻ്റെയും ആണ്. നമുക്കിനി ഏതിൻ്റെയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പെയേഴ്സിൻ്റെ ഓഫിൻ്റെ കോഡ് എന്തായിരിക്കും? നമുക്ക് ഓറിട്ടത് എഴുതാം. പെയേഴ്സ് അല്ലെങ്കിൽ ഓഫ്, അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് YC അല്ലെങ്കിൽ TI ആണ്. TI അല്ലെങ്കിൽ YC ആണ്. നമുക്ക് ഏതിൻ്റെ കോഡാണെന്ന് നമുക്ക് അറിയില്ല. അത് കാരണം നമ്മൾ ഓറിട്ടതിനെ എഴുതി വയ്ക്കാം. ഇനി അടുത്ത സെൻറ്റൻസിൽ നോക്കിയേ, ന്യൂ ഫ്രണ്ട്സ്. ഇനി ന്യൂ എന്നുള്ള വാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ എന്നതിൻ്റെ കോമൺ കോഡ് എന്താണ്, NU. അപ്പോൾ ന്യൂവിൻ്റെ കോഡ് NU. ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ കോഡ് എന്താണ്, WD. ഫ്രണ്ട്സിൻ്റെ കോഡ് WD. ഇനി ലാസ്റ്റ് സെൻറ്റൻസിലും 2 വേർഡ്സ് ഉണ്ട്. ഈ 2 വേർഡ്സിൻ്റെയും കോഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓറിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. ഓൾ പാക്കറ്റ്സിൻ്റെ കോഡ് നമുക്ക് എന്തെഴുതാം? ഇനി ബാക്കിയുള്ളത് OMQK. അപ്പോൾ OMQK. അപ്പോൾ വളരെ എളുപ്പമാണ് കണ്ടോ. നമ്മൾ കോമൺ ആയിട്ടുള്ള വേർഡ്സ് നോക്കുക, കോമൺ ആയിട്ടുള്ള കോഡ്സ് നോക്കുക, എങ്ങനെ നമ്മൾ ഓരോ വേർഡിൻ്റെ കോഡ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. വാട്ട് കോഡ് ഡസ് T സ്റ്റാൻഡ് ഫോർ ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? TI എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡാണെന്നാണ് ചോദിക്കുന്നത്. TI എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡാണ്? പെയേഴ്സ് അല്ലെങ്കിൽ ഓഫിൻ്റെ കോഡാണ്. ഏതിൻ്റെ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ഒന്നില്ലെങ്കിൽ പെയേഴ്സിൻ്റെ കോഡാണ് അല്ലെങ്കിൽ ഓഫിൻ്റെ കോഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐദർ ഓഫ് ഓർ പെയേഴ്സ് ആണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ D ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് വിൽ ബി ദ കോഡ് ഫോർ ഫൗണ്ട് ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? ഫൗണ്ടിൻ്റെ കോഡ് എന്താണ്? VG. ഫൗണ്ടിൻ്റെ കോഡ് VG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോഡ് ഫോർ R ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? ആറിൻ്റെ കോഡ് എന്താണ്? CO. അപ്പോൾ ഓപ്ഷൻ എ CO ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ദ പോസിബിൾ കോഡ് ഫോർ ന്യൂ റൈറ്റർ ഗ്ലൗസ് ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? ന്യൂ റൈറ്റർ ഗ്ലൗസിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ന്യൂവിൻ്റെ കോഡ് എന്താണ്? NU. ഗ്ലൗസിൻ്റെ കോഡ് എന്താണ്? XA. ഇനി റൈറ്റർ എന്ന് പറയുന്ന വാക്ക് നമുക്ക് തന്നിരുന്ന സെൻറ്റൻസുകളിൽ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കോഡും നമുക്ക് തന്ന സെറ്റ് ഓഫ് കോഡ്സിൽ ഉണ്ടാകില്ല. അപ്പോൾ ഒരു പുതിയ കോഡ് വേണം റൈറ്റർ എന്ന് പറയുന്നതിൻ്റെ കോഡായിട്ട് വരാൻ. അപ്പോൾ NUXA വേണം. NUXA. ഇവിടെ NUവും XAയും ഉണ്ട്. DY എന്ന് പറയുന്ന കോഡ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് കോഡ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ DY എന്തിൻ്റെ കോഡ് ആകാം? റൈറ്ററിൻ്റെ കോഡ് ആകാം. നമുക്ക് അറിയില്ല, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പോസിബിൾ കോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ DY റൈറ്ററിൻ്റെ കോഡ് ആകാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ് ഇഫ് ബ്ലൂ ഈസ് കോഡഡ് ആസ് AF, ബ്ലൂവിൻ്റെ കോഡ് AF ആണെങ്കിൽ ദെൻ ഹൗ വിൽ ഓൾ ബ്ലൂ പാക്കറ്റ്സ് ബി കോഡഡ് ആസ്? ഓൾ ബ്ലൂ പാക്കറ്റ്സ് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ബ്ലൂവിൻ്റെ കോഡ് AF എന്ന് പറഞ്ഞു. ഓളിൻ്റെ കോഡ് എന്താണ്? ഓൾ പാക്കറ്റ്സിൻ്റെ കോഡ് OMQK. അപ്പോൾ OMQKAF, ഇത് മൂന്നും കൂടി വരുന്നത് എന്താണ്? OMQKAF. OMQKAF. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അപ്പം നമ്മൾ ഇന്ന് ഒരു സെറ്റ് ഓഫ് കോഡ്സ് കഴിഞ്ഞു. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് കോഡ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും നോക്കാം. ഇനി സെർട്ടൻ കോഡ് ലാംഗ്വേജ് നമ്മൾ നേരത്തെ തന്നിരുന്ന പോലെ അതേ ടൈപ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കോമൺ വേർഡ്സ് തപ്പണം, എന്നിട്ട് അതിൻ്റെ കോഡ്, കോമൺ ആയിട്ടുള്ള കോഡുകൾ തപ്പണം. അങ്ങനെ നമുക്ക് ഓരോ വേർഡ്സിൻ്റെയും കോഡ് മാച്ച് ചെയ്തെടുക്കണം. നമുക്ക് നോക്കാം. ബാൻ ഓൾ അനിമൽ പ്രൊഡക്ട്സ്. അനിമൽ ഹണ്ടിങ് ഈസ് റോങ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള വാക്ക് അനിമൽ. അപ്പോൾ അനിമലിൻ്റെ കോഡ് എന്താണ്? TP. അപ്പോൾ അനിമലിൻ്റെ കോഡ് TP. നെക്സ്റ്റ്, ബാൻ ഓൾ. ഓൾ എന്ന വാക്ക് എവിടെയാണ്? ഓൾ എന്ന് പറഞ്ഞ വാക്ക് ഈ രണ്ട് സെൻറ്റൻസും തമ്മിൽ കോമൺ ഉണ്ട്. അപ്പോൾ ഓളിൻ്റെ കോഡും ആ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കോമൺ ആയിരിക്കും. അപ്പോൾ ഓളിൻ്റെ കോഡ് എന്താണ്? BZ. അപ്പോൾ ഓളിൻ്റെ കോഡ് BZ. അടുത്ത വാക്ക് എന്താണ്? പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിൻ്റെ കോഡ് എവിടെയാണ്? ഇവിടെയും പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ കോഡ് FM. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോഡ് FM. ഇനി ബാക്കിയുള്ളൊരു വേർഡ് എന്താണ് അതിനകത്ത്? ബാൻ. അപ്പോൾ ബാൻ്റെ കോഡ് എന്താണ്? AX. അപ്പം നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലെ എല്ലാ വേർഡ്സിൻ്റെയും കോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സെൻറ്റൻസുകളുടെയും നോക്കാം. ഇനി ഹണ്ടിങ് ഈസ് റോങ്. റോങ് ഇവിടെ രണ്ടിടത്തും കോമൺ ഉണ്ട്. അപ്പോൾ റോങ്ങിൻ്റെ കോഡ് എന്താണ്? റോങ്. റോങ്ങിൻ്റെ കോഡ് HW. ഇനി ഹണ്ടിങ് ഈസ് വേറെ ഒരു സെൻറ്റൻസിലും കോമൺ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഹണ്ടിങ്ങിൻ്റെയും ഈസിൻ്റെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഓറിട്ടത് എഴുതി വയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓറിട്ട് നമുക്കത് എഴുതി വയ്ക്കാം. അപ്പോൾ എന്താണ് എൻ്റെ കോഡ്? ഹണ്ടിങ് ഈസ് KEയും CUവും അല്ലേ? KECU. അപ്പോൾ KE or CU ആണ് അതിൻ്റെ കോഡ്. നെക്സ്റ്റ് ആറിൻ്റെ കോഡ് എന്താണ്? ആറ് ഇവിടെയും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ കോഡ് DY. അപ്പം ആർ എന്ന് പറയുന്ന വാക്കിൻ്റെ കോഡ് DY എന്നാണ്. ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് എന്താണ്? ബാക്കിയുള്ള വേർഡ് എന്താണ് ആ സെൻറ്റൻസിൽ? ആൻസേഴ്സ്. അപ്പോൾ ആൻസേഴ്സിൻ്റെ കോഡ് NI. ആൻസേഴ്സ് NI. ഇനി ലാസ്റ്റ് സെൻറ്റൻസിലും രണ്ട് വേർഡ്സ് ഉണ്ട്. അത് വെൽ നോൺ ആണ്. വെൽ നോണിൻ്റെ കോഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് ഓറിട്ട് എഴുതി വയ്ക്കാം. വെൽ നോണിൻ്റെ കോഡ് GR അല്ലെങ്കിൽ SI ആണ്. അപ്പോൾ നമുക്ക് എല്ലാ വേർഡ്സിൻ്റെയും കോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ കോഡ് SI സ്റ്റാൻഡ് ഫോർ ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? SI എന്തിൻ്റെ കോഡാണെന്നാണ് ചോദിക്കുന്നത്. SI എന്തിൻ്റെ കോഡാണ്?
എസ് ഐ വെൽ അല്ലെങ്കിൽ നോണിൻ്റെ കോഡാണ്. അപ്പോൾ ഓപ്ഷൻ എ ഐദർ വെൽ ഓർ നോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ദ പോസിബിൾ കോഡ് ഫോർ റോങ് പ്രൊഡക്ട്സ് റിസീവ്ഡ്? റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. റോങ്ങിൻ്റെ കോഡ് എന്താണ്? HW. പ്രൊഡക്ട്സിൻ്റെ കോഡ് FM. അപ്പോൾ HWFM. റിസീവ്ഡിൻ്റെ കോഡ്, റിസീവ്ഡ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് തന്നിരുന്ന സെറ്റ് ഓഫ് വേർഡ്സിൽ ഉണ്ടായില്ല. അപ്പോൾ റിസീവ്ഡിൻ്റെ കോഡും ആ സെറ്റ് ഓഫ് കോഡ്സിൽ ഉണ്ടാകില്ല. അപ്പോൾ ഒരു പുതിയ കോഡ് വേണം എന്തിൻ്റെ കോഡായിട്ട് വരാൻ? റിസീവ്ഡിൻ്റെ കോഡായിട്ട് വരാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് FMHW. എവിടെയൊക്കെ ഉണ്ട് FMHW? FMHW ഇവിടെയുണ്ട്, FMHW ഇവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ടിലൊരെണ്ണമാണ്. നോക്കി, ZU എന്ന് പറയുന്ന കോഡ് നമുക്ക് തന്നതിലില്ല. പക്ഷേ NI എന്ന് പറയുന്ന കോഡിലുണ്ട്. ആൻസേഴ്സിൻ്റെ കോഡാണ് NI. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി. കാരണം ZU എന്ന് പറയുന്ന കോഡ് നമുക്ക് തന്ന സെറ്റ് ഓഫ് കോഡിലില്ല. റിസീവ്ഡ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് തന്ന സെറ്റ് ഓഫ് വേർഡ്സിൽ ഉണ്ടായില്ല. അപ്പോൾ ZU റിസീവ്ഡിൻ്റെ കോഡ് ആകാം. പോസിബിലിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പോൾ FMZUHW ആകാം എന്തിൻ്റെ കോഡ്? റോങ് പ്രൊഡക്ട്സ് റിസീവ്ഡിൻ്റെ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the given code language, if busy is coded as OT, then how will is busy hunting be coded as? ബിസിയുടെ കോഡ് OT എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈസ് ഹണ്ടിങ്ങിൻ്റെ കോഡ് എന്താണ്? KECU ആണ്. KECU ആണ് ഈസ് ഹണ്ടിങ്ങിൻ്റെ കോഡ്. ബിസിയുടെ കോഡ് OT. അപ്പോൾ KECUOT വരണം. അപ്പോൾ ഓപ്ഷൻ ഇ KECUOT ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ കോഡ് ഫോർ അനിമൽ ഇൻ ദ ഗിവൻ കോഡ് ലാംഗ്വേജ്? അനിമലിൻ്റെ കോഡ് എന്താണ്? TP. അപ്പോൾ ഓപ്ഷൻ സി TP ആണ് അതിൻ്റെ ഉത്തരം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോഡ് ഫോർ ഓൾ ഇൻ ദ ഗിവൻ കോഡ് ലാംഗ്വേജ്? ഓൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എൻ്റെ കോഡ് എന്താണ്? ഓളിൻ്റെ കോഡ് BZ. അപ്പോൾ ഓപ്ഷൻ സി BZ ആണ്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പാടായിരിക്കില്ല. ചില ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആയിട്ട് വേർഡ്സിൻ്റെ കോഡ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അത് സോൾവ് ചെയ്യാൻ നമുക്ക് വളരെ കുറവ് സമയം മതി. അതുപോലെ തന്നെ ചൈനീസ് കോഡിംഗ് വളരെ എളുപ്പമാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കൊരു പുതിയ ടൈപ്പ് കോഡിംഗ് ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.